ഞാൻ ബലരാമൻ്റെയും ചന്ദ്രമതിയുടെ ഒക്കെ അടുത്ത സുഹൃത്താണ്. പേര് ഹരി. ഞാൻ ജില്ലാ ജഡ്ജാണ്. ഞാൻ ഒരുപാട് ജഡ്ജിമാരെ കണ്ടിട്ടുള്ളതാ. കുറെ ജയിലിലും കിടന്നിട്ടുണ്ട്. പേര് ത്യാഗരാജൻ. ഞാൻ ചന്ദ്രമതിയോട് കാര്യം സംസാരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അത് ത്യാഗരാജനാണ് പറയേണ്ടത്. ഇത് ദേവിക. അറിയാം, എന്റെ അളിയനെ കൊന്നവന്റെ മരുമകൾ. ത്യാഗരാജൻ, ദേവികയുടെ ഭർത്താവ് നന്ദനെ കാണാനില്ല. ആണോ? പോലീസ് കംപ്ലൈന്റ് ചെയ്തില്ലേ? ത്യാഗരാജൻ പ്ലീസ്, നന്ദനെ കുറിച്ച് ത്യാഗരാജൻ എന്തെങ്കിലും അറിയാതിരിക്കുന്നു ഊഹിക്കുന്നു. അത് വേണ്ട, ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. ത്യാഗരാജ, ബലരാമന്റെ മരണത്തിൽ സിദ്ധാർത്ഥന് ഒരു പങ്കുമില്ല. ഓ, അങ്ങനെയാണോ? സാഹചര്യങ്ങൾ സിദ്ധുവിനെതിരെ വന്നു. സംശയം, അത്രേ ഉള്ളൂ. സംശയം? എന്നാ പിന്നെ നന്ദന്റെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ്. സാഹചര്യങ്ങൾ എനിക്കെതിരെ വന്നു. വെറും സംശയം. പിന്നെ ഞാനാണ് അവനെ കൊണ്ടുപോയതെങ്കിൽ ഇതിനുള്ളിൽ തന്നെ അവന്റെ ബോഡി അങ്ങ് വീട്ടിലെത്തിയേനെ. ഇപ്പൊ ശവടക്കിന്റെ സമയമായിരിക്കും. എനിക്കറിയില്ല അവനെ കുറിച്ച്. പിന്നെ ഒന്നുകൂടി അവനോട് പറഞ്ഞേക്കണം, എന്റെ കയ്യകലത്ത് വന്നേക്കരുതെന്ന്. പ്ലീസ് സർ, നന്ദു എവിടെയാണെന്ന് സാറിന് അറിയാം. നന്ദുവിനെ വിട്ടു തരണം സർ. ഇറങ്ങിപ്പോ. ത്യാഗരാജൻ, ഇവളെയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് പോവാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ജഡ്ജി നോക്കി നിൽക്കുമ്പോ ഇവിടെ ഒരു കൊലപാതകം നടക്കും. നീ എന്ത് ധൈര്യത്തിലടി ഇങ്ങോട്ട് വന്നത്? നിന്നെ കാണാൻ ഞാൻ വരുന്നുണ്ട്. ഇവിടത്തെ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ. അതുവരെ എനിക്ക് വ്രതമാ. പോ. ത്യാഗരാജൻ, എന്നെ ശിക്ഷിച്ച ജഡ്ജിമാരോട് പോലും ഞാൻ വിരോധം വെച്ചിട്ടില്ല. ഒരു കാര്യമില്ലാതെ, ഒരു പരിചയമില്ലാതെ എന്നെ കൊണ്ടത് തെറ്റിക്കരുത്. എന്തായാലും ജഡ്ജി അമ്മാനോട് വളരെ മര്യാദയോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. മര്യാദയ്ക്ക് ഇവളെയും വിളിച്ചോണ്ട് പോയില്ലെങ്കിൽ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.